നമസ്കാരം. ലോകം മുഴുവൻ സമാധാന ചർച്ചകളെക്കുറിച്ച് സംസാരിച്ച് കൈയടിക്കുമ്പോൾ അണിയറയിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും നട്ടപ്പാതിരയ്ക്ക് ഞെട്ടാൻ പോകുന്ന ഒരു മാരക സർപ്രൈസ് ഒരുക്കുകയാണ് നമ്മുടെ സ്വന്തം ഇറാൻ. പുറമെ ചർച്ചകളുടെ ശാന്തത കാണിക്കുമ്പോഴും ഉള്ളിൽ ജെറുസലേമിനെ ഗൾഫിലെ അമേരിക്കൻ സഖ്യശക്തികളെയും ഒരേ സമയം ചാരമാക്കാൻ ശേഷിയുള്ള വൻ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് ഇറാൻ നിശബ്ദമായ നീക്കം തുടങ്ങി. ശത്രുക്കൾ പോലും പ്രതീക്ഷിക്കാത്ത ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാം എന്ന ആ രഹസ്യ ഓപ്പറേഷന് പിന്നിൽ ഞെട്ടിക്കുന്ന ഒരു യുദ്ധതന്ത്രമുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആ യുദ്ധതന്ത്രങ്ങൾ എന്ന് കൂടി നമുക്കറിയാം. ഇതൊരു സാധാരണ സൈനിക നീക്കമല്ല, മറിച്ച് ലോകരാഷ്ട്രീയത്തിന്റെ ദിശ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ഭീഷണിയാണ് ഇപ്പോൾ രൂപം കൊള്ളുന്നത് എന്ന്. അതായത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുത്ത സുരക്ഷാ വിലയിരുത്തലിൽ ഇറാൻ ഏതു നിമിഷവും മുൻകൂർ ആക്രമണം ആരംഭിക്കാം എന്നാണ് പറയുന്നത്. ദി ജെറുസലേം പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാന്റെ സൈനിക നീക്കങ്ങളെ കുറിച്ച് ഇന്റലിജൻസ് ഏജൻസികൾ അതീവ ജാഗ്രതയിലാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഇപ്പോഴത്തെ ചർച്ചകൾ പുറമേ കാണുമ്പോൾ സമാധാനത്തിലേക്കുള്ള നീക്കങ്ങളാണെന്ന് തോന്നാമെങ്കിലും യാഥാർത്ഥ്യത്തിൽ അത് പരസ്പര അവിശ്വാസത്തിന്റെ മതിലുകൾക്കുള്ളിൽ നടക്കുന്ന അതീവ സംഘർഷഭരിതമായ രാഷ്ട്രീയ പോരാട്ടമാണ്. ലോകത്തെ ഏറ്റവും വലിയ ഭീതിയിലേക്ക് തള്ളിവിടുന്ന ചോദ്യവും അതുതന്നെയാണ്. ഇറാൻ ആണവായുധ ശേഷിയിലേക്ക് എത്തിച്ചേരുകയാണോ? ഇറാൻ ഇതിനകം തന്നെ 60% വരെ യുറേനിയം സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് എന്നും ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ 90% വളരെ അടുത്ത അവസ്ഥയാണ് ഇത്. അതായത് അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ ഓരോ നീക്കവും ഇപ്പോൾ അമേരിക്ക അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ ആവശ്യം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്നും പുറത്തേക്ക് മാറ്റണം എന്നതാണ്. ആണവശേഷി തങ്ങളുടെ ദേശീയ സുരക്ഷയുടെ ഭാഗമാണെന്നും വിദേശ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് ഘടിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് അത് കൈവശം വയ്ക്കാൻ അനുവദിക്കില്ല, നമുക്കത് ലഭിച്ചാൽ നശിപ്പിക്കും എന്ന ട്രംപിന്റെ പരാമർശം അതുതന്നെയാണ് അമേരിക്കയുടെ ഭാവി സൈനിക നീക്കങ്ങളുടെ സൂചന എന്ന രീതിയിലാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇതിനിടയിലും പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലവും അതീവ ഗുരുതരമാണ്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണമാണ് ഇപ്പോഴത്തെ വലിയ സംഘർഷത്തിന്റെ തുടക്കം. അതിന് പ്രതികാരമായി ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. നിരവധി ഊർജ കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതിലും വലിയ ആഘാതം ഉണ്ടാക്കിയത് ഹോർമൂസ് കടലെടുക്ക് ഇറാൻ തടഞ്ഞതായിരുന്നു. എന്തായാലും ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/5 കടന്നു പോകുന്നത് അതീവ നിർണായക സമുദ്രപാതയായ ഹോർമൂസ് കടലെടുക്കിലൂടെയാണ്. അത് അടച്ചതോടെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ വിള്ളലുണ്ടായി. എന്തായാലും ഇന്ധനവില കുതിച്ചുയരുകയും ഓഹരി വിപണി തകർച്ച നേരിടുകയും ചെയ്തു. യൂറോപ്പിൽ നിന്നും ഏഷ്യ വരെയുള്ള രാജ്യങ്ങൾ ഭീതിയിലായി. എന്തായാലും പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം ഇനി പ്രാദേശിക പ്രശ്നമല്ല, അത് ലോക സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ പിടിച്ചുകുലുക്കുന്ന ആഗോള പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഏറ്റവും വലിയ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ആശങ്ക എന്തെന്ന് വെച്ചാൽ സമാധാന ചർച്ചകൾ വെറും സമയം നേടാനുള്ള രാഷ്ട്രീയ തന്ത്രമാവുകയാണോ എന്നതാണ്. ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്താകട്ടെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണത്തിനായി തയ്യാറെടുക്കുന്നു. അതായത് പ്രത്യേകിച്ച് ഡ്രോൺ യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇറാൻ കഴിഞ്ഞ വർഷങ്ങൾ കൈവരിച്ച വളർച്ച അമേരിക്കയും ഇസ്രായേലിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കുറഞ്ഞ ചിലവിൽ വൻ നാശം വിതയ്ക്കാൻ കഴിവുള്ള ആയിരക്കണക്കിന് ഡ്രോണുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന സോം അറ്റാക്ക് രീതിയാണ് ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ലോകത്തെ നിയന്ത്രിക്കുന്ന മഹാശക്തി എന്ന അവകാശവാദത്തിന് മേലുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി അത് മാറും. എന്തായാലും പതിറ്റാണ്ടുകളായി അജയരെന്ന് കരുതപ്പെട്ട അമേരിക്കൻ ഇസ്രായേൽ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ തകർന്ന വീഴ്ചയാണ് ലോകം കണ്ടത്. അത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടുകൾ ഒന്നായി പോലും വിലയിരുത്തപ്പെടുന്നുണ്ട്.